ഒരു പെരേക്ക് ഒരു വിരുന്നാര് വന്നിട്ട് ഉമ്മ ഇവിടുന്ന് പോയിട്ട് ഞാൻ എങ്ങനെ ഒറ്റക്ക് ഒരു മാസത്തേരം ഉണ്ട് കാരണം ഞങ്ങൾ പോണത് കൂടി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് രാത്രി നമ്മളെ ലൈവില് ചിഞ്ചുവിന്റെ ആനിവേഴ്സറി. കുഞ്ഞോളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞോൾ തെറ്റിപ്പോയതിനെ കുറിച്ച് ഐഷുമ്മ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാല്ലേ? അത് അങ്ങനെ കുൽക്കൊന്നും വേണ്ടല്ല തന്നെ അപ്പൊ നമ്മളത് പറിച്ചുട്ടോ ഗൈസ്. നമ്മളമ്പയങ്ങ മരത്തുമ്പോ തട കുഞ്ഞിപ്പാ ഞാൻ ചൂടാകാൻ നിക്കണ്ട. പുളിയാ ഒരു കയ്പും പുളിയൊക്കെ പാടെ കൂടി മൂക്കണം ഒന്നുകൂടി നല്ല രസമുണ്ട്. നാരങ്ങന്റെ ഉണ്ടായാലില്ലേ ഞാൻ പറഞ്ഞു രണ്ടോടത്തു അനു പറഞ്ഞു കാക്കൂന്റെ ആയിട്ട് ഉണ്ടായ പോരെ നമ്മക്ക് കണ്ടു. ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് നിഷുവിന്റെ ചന്തിമെന്ന് തുടങ്ങിയാലോ നിഷു? ജിബ്രാൻ ഉണ്ട് അവിടെ. ജിബ്രാൻ പിന്നെ സ്കൂളും മദ്രസ ഒന്നുമില്ല. ഞാൻ അടുത്ത മാസം മുതലേ ചെറുക്കാ കേട്ടോക്കെ മര്യാദക്ക് പോയിക്കോണ്ടിട്ട് സ്കൂൾക്ക്. എന്നും പോക്കന്നെ. എവിടെ വെച്ചൊക്കെ കുഞ്ഞുമോളെ സൂപ്പർ കുട്ടിയാണ്. അങ്ങനെ ഡാട്ടിക്കൂട് കുട്ടിനെ അല്ല അങ്ങനെ കാക്കുക കുറ്റി നോക്കി ഇറങ്ങാണ്ട് ഇങ്ങനെ വിളിച്ചുകാണ്ട് വെറുപ്പിച്ചാൽ നിൽക്കണ്ട. ഒരു തള്ളാന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. തന്ത ഈറ കുട്ടിയാക്ക് ആരത് പറഞ്ഞത് റാഷിദ? തന്നെ ടിഷ എല്ലാ കുട്ടികൾക്കും പാപ്പാരായാ മതിയോ? ടിഷുബിയാ എന്ത് ആ ഭാഗ്യം എനിക്കില്ലാന്ന് ടിഷുമാ എമ്പടെയാണ് അപ്പം വന്നു ചുന്ദരം വന്നു തൊപ്പിയിട്ട് കണ്ട് എന്നെങ്ങാ വരും തൊപ്പി. ഞാൻ ബ്ലോഗ് ഓണാക്കി അപ്പൊ വരുമ്പോ ഈ കണ്ണടയും ഈ തൊപ്പിടുത്ത് അതും അത് കൊണ്ടെടുക്കാൻ അറിയട്ടോ. മറ്റോലതൊക്കെ ഒരു കേടെടുത്തി പൊട്ടിച്ച് നാശാക്കില്ലേ. ഓൻ വേറെല്ലോടത്തൊക്കെ കേടെടുത്തും. പക്ഷെ ഓന്റെ കാര്യം ഓൻ്റെത് ഓനക്ക് സൂക്ഷിക്കാൻ ഓനക്ക് അറിയൂ. അതാ ഇബ്രൂനും അബ്രൂനും അറിയാത്തൊരു കാര്യമാണ് അത്. ഓലെല്ലാവർക്കും കേടെടുത്തും ചെയ്യും. ഓലതും ഓല് കേടെടുത്തും. ഒരു വലിയ മനസ്സുള്ളവരാ അല്ലെ? അഹങ്കാരമില്ലാത്തല്ലോ. ഓല് എല്ലാവരും കേടെടുത്തും ഓലതും കേടെടുത്തും. പക്ഷെ ഓന്റെ ഓൻ പിന്നെ ബാക്കിയുള്ളവരത് കേടെടുത്തും ഓന്റെ കേടെടുത്തൂല. ഓന്റെ അടുത്തേക്കും നല്ല സ്വഭാവം. ഓന്റെ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര ഓന്റെ ഡ്രസ്സ് അത് അബ്രൂന് ഇട്ടെടുക്കാൻ പറ്റൂല. ഇതിൻ്റെതല്ലേ അങ്ങനത്തെ സ്വയം ഇതാണ് അല്ലേ? ഇത് എടുത്ത് വെച്ചിക്കണ് നോക്കാ. മറ്റൊക്കെ എവിടെയെന്ന് കൂടി അറിയില്ല. തലയിലാണ് ഞാൻ ഇന്ന് മുടി വെട്ടണം എനിക്ക്. ഓനിപ്പല്ല ഒരു 2:30 വരുന്നാറ് കേട്ടോ. എന്നാ ഞാനേ തറവാട്ടിലോ പോയറ്റേ ഉമ്മാൻ്റെ അടുത്ത്. ഇനി വരണോ? പോകണമെങ്കിൽ വെറുതെ പോരും ഇല്ലോ. വാ. അങ്ങനെ ഗായ്സ് ഞാനും എൻ്റെ കുഞ്ഞിമോളും തറവാട്ടിലേക്ക് പോവുകയാണ്. കുഞ്ഞോൾ തെറ്റിപ്പോയ വന്നതിന് ശേഷമുള്ള ആദ്യ തറവാട് ട്രിപ്പാണ് ഇതിലെ കുഞ്ഞോളെ. പിന്നെ ചിഞ്ചുവിന് എന്തോ ഒരു കൊറിയർ വന്നിക്കണേ. അപ്പോൾ അത് കൊടുക്കും വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞോള് തറവാട്ടിക്ക് വിസിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓളൊന്ന് അപ്പോൾ ഗൈസ് നമ്മൾ ഈ സ്ഥലത്ത് ഒരു തയ്യൂടി കുഴിച്ചിടുന്നുണ്ട്. പക്ഷെ കുഴിയില്ല, ഒറ്റൊരു കുഴിയില്ല. ഇനി ബാക്കി എല്ലാത്തിലും ആവശ്യമില്ലാത്തതും ഇല്ലതും ഒക്കെ പാടയിട്ടേ ഇപ്പം കുഴിച്ചിട്ട് വെച്ച് പോയിക്കണേ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇനി കുഴി ഒരു അമ്പഴങ്ങൻ്റെ തൈ, നല്ല മധുരമ്പഴങ്ങ
ഇതിലെന്തേലും ഉണ്ടോ? ഇത് വാടിയതാ? ഇതെന്ത്? റംബുട്ടാനോ? ഉണങ്ങിയില്ലേ? ഒന്നും നടക്കൂലെന്ന് മനസ്സിലായില്ലേ ഗൈസ്? അപ്പൊ നമുക്ക് ആ കുഴി അതിന് ഉപയോഗിക്കാം. നല്ല അമ്പഴങ്ങ ഉണ്ട്, അമ്പഴങ്ങ, മധുരമ്പഴങ്ങ, നല്ല മധുരമുള്ള അമ്പഴങ്ങ. പുളിയാണ് ഉണ്ടായാല്. അവിടെ നിക്ക്, ഞങ്ങൾ പോവാ. പുറത്ത് കുത്തി കുളത്തേക്കിനി. അപ്പൊ ഒന്ന് അടങ്ങി നിന്നോക്കെ ഒരു ഭാഗത്ത്. ജഡിപ്പായണത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടങ്ങേറില്ല പണി കൊടുക്കുന്നത്. നിശാൻ പോയിക്കോട്ടെ, ഓനെല്ലാം അന്തോ വയസ്സായിക്കണേ. കാരണം മണുഗുണാഞ്ചനാണ്. അങ്ങനെ ഗായ്സ് നമ്മൾ തറവാട്ടിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദ തറവാട്, വൺ ആൻഡ് ഓൺലി തറവാട്ടുകാരൻ അൻഷിഫ് മൂനിക്കൽ. ബേബിയൊക്കെ ഇതെത്തിനാ പൈമ കയറ്റി വെച്ചിരിക്കണാവ. കടലാസും ശരിക്കും ചട്ടീനെ ഒഴിവാക്കിയാണ്ട് മതിലിനെ ചാരി കുഴിച്ചിട്ടാണ്. നമുക്കൊന്ന് കുഴിച്ചിടണം അങ്ങനത്തെ. നമ്മക്ക് അതിന്റെ ആവശ്യമില്ലേ? എനിക്ക് ഈറേ ചിങ്ങളേറെയാണല്ലോ നിങ്ങളവിടെ അല്ലേ പേര്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. പ്രസംഗ അതൊക്കെ ഓക്കാണ് നമ്മളെ തൊള്ളോർന്നാണ് പറയണം. അല്ലാതെ ഓക്ക് ഇങ്ങനെ കണ്ടറിഞ്ഞാണ്ട് നമ്മളോട് പറയണം തട്ടതാക്കുകയാണ്. ചിഞ്ചുവിനെ ഗൈസ് അങ്ങനെ നമ്മളെ തറവാട്ടിലെത്തിക്കുകയാണ്. തറവാട്ടിൽ നമ്മളെ അളിയനുണ്ട്. രാവിലെ തന്നെ അളിയൻ കണിയല്ല കെണി ശരി ഞങ്ങളിപ്പോ നീച്ചിനുള്ളൂ. വരുന്നുണ്ട് പറഞ്ഞോ ജിറബാ. എന്ത് ഇങ്ങോട്ട് പറഞ്ഞോ? എന്ത് എടാ അയച്ചമ്മ എന്താ ചോറ്റിന് കൂട്ടാന്? അതല്ലേ പറഞ്ഞ നല്ല നേരത്താണ് വരുന്നത്. എന്താ വരുന്ന അതല്ല ആനിവേഴ്സറി ആയിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഞാനെന്നെ ഇന്നലെ രാത്രി അങ്ങനെയാണ് ഇന്ന് രാത്രി നമ്മളെ ലൈവില് ചിഞ്ചുവിന്റെ ആനിവേഴ്സറി. ചിഞ്ചുവിന്റെ ആനിവേഴ്സറി പാർട്ടി. അപ്പൊ എന്റെ ഇമ്മ പോകും. അനു വരാതെ എങ്ങനെ ഞാൻ ഒറ്റക്ക് കേക്ക് കുറിച്ച് അനു വരില്ല. അനു അങ്ങോട്ട് പോയിക്കണി കോഴിക്കോട് അനു രാത്രി ആവാതെ വരില്ല. അന്ന് നമുക്ക് ഫുഡ് ചലഞ്ച് നാളെ നടത്താം. എന്നിട്ട് ഇന്ന് കേക്ക് കട്ടിങ് ഫുഡ് ചലഞ്ച്. നിങ്ങളാ മറ്റേ കുഴിച്ചിട്ട ചെടി ഇതായിക്കണല്ലോ, ആ കുഴി വെറുതെ ഉണങ്ങി ഈക്കൊണ്ടില്ല ഉണ്ടാവുന്നു. അത് ആ കുഴിയിലൊന്നും വെറുതെ ഏതെങ്കിലും തൈ കുഴിച്ചു നമുക്ക് അമ്പഴങ്ങ ഉണ്ടാടേ പറിച്ചിട്ടില്ല. നിങ്ങളെല്ലാരും പോയി ഇങ്ങാണ്ട് ഇങ്ങനെ പറിച്ചോളി. ആ കുഞ്ഞിപ്പാന്റെ ആ തയ്യുമ്പോ അവിടെ പോയി ഇങ്ങാണ്ട് അതുപോലെ അങ്ങനെ കൊണ്ടിടക്കുന്ന സാധനല്ലേ. അതായിക്കോട്ടെ, പക്ഷെ അത് നിങ്ങൾ വാങ്ങിയിട്ട് പറിച്ചണ മാതിരിയല്ല.
അത് നിങ്ങളെ പോയിട്ടോളി, നിങ്ങളെ പോയിട്ടോളി. അത് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞേക്കാം. സ്പോട്ടിൽ ഇപ്പൊ കിട്ടി. അങ്ങനെ അഭിപ്രായം പറയാതെ എന്താ ഇവിടെ വെക്കണ ശരിയല്ല, ശകുനാണ് അങ്ങനെ ഇങ്ങനെ ശകുനാണെന്നൊക്കെ അന്വേഷിച്ചാലേ പറയാം. അങ്ങനെയല്ല, അതെന്താ പറയാ, ഇനിയിപ്പൊ ഒരു പൂവായാലും നല്ല രസമുള്ള പൂവ് പറഞ്ഞാൽ അത് പറിച്ചാ കഴിഞ്ഞ അതിന്റെ ഇത്, അതങ്ങനെ ആ മരത്തുമ്പോ നിൽക്കുമ്പോഴുള്ള അതിന്റെ രസം. ഇനിയിപ്പോ കുട്ടികളാണ് ഈ തിരക്കടില്ല, ഇനിയിപ്പോ അബ്രോ ഇബ്രോ പോയിട്ട് ഞാൻ പറിച്ചിട്ട് ചോദിച്ചാല് ഓക്കെ, നിങ്ങളത് ചോദിച്ചാൻ പാടില്ല. അമ്പഴങ്ങ നമ്മള് തിന്നാതെ നമുക്കറിയില്ലല്ലോ അത് വാങ്ങണ്ടെന്നില്ല. വാങ്ങണമെന്നില്ല ഉദ്ദേശം ഉണ്ടായതുകൊണ്ട് മാത്രാണ് അതിന് പച്ചോളിന്ന് അറിഞ്ഞോട് എത്ര മതി പച്ചോളി. ഹലോ എന്നോട് പറഞ്ഞേ എന്താ ഉമ്മ വന്നിനി, മക നല്ല ഇഷ്ടപ്പെട്ടിക്കണ്, ഇനിയിപ്പൊ ഇജ്ജും കൂടെ വന്ന് പറിച്ചല്ലേ പറയല്ല കാര്യം. എന്തിനാണ് ഈ വീഡിയോയില് വെറുതെ വല്ലാഹി ഓൻ പറയില്ല, വല്ലാഹി ഓൻ പറയില്ല, ഞാൻ പറയും വല്ലാഹി സത്യം ഓൻ പറയില്ല. എന്നാ വരുന്നോടൊക്കെ ഓൻ അത് പറിച്ചു ഞാൻ പറഞ്ഞെ. ഓ പിന്നെ പറിച്ചണ്ടെന്ന് പറയില്ല. നിങ്ങൾക്ക് അമ്പഴങ്ങ വേണോ? ആ വേണം. കുഞ്ഞിപ്പാനോട് കുഞ്ഞിപ്പാടെ ഉണ്ട്. ഇതിന് തൊടൂരൊരു തീരുമാനം വരുന്നേ നമ്മളെ അമ്പഴങ്ങ എന്നാ പോവാ ഒറ്റൊന്നുട്ടോ. കാക്കോ ഞാൻ പറയാം, അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ വിഷയം ഉണ്ടാവില്ല, പക്ഷെ അത് തിന്നാലും ആരും വാങ്ങും. ഞാൻ മനോട് പറഞ്ഞു 500 രൂപ ഒരാൾ, 500 രൂപ ഒരാൾ. അമ്പഴങ്ങ ഞാൻ ഇടക്ക് കൊണ്ടുവരലുണ്ടല്ലോ പീടിന്ന്. അതല്ല അതല്ലത്, ആ സാധനം തന്നെ ഉണ്ട്, അത് പഴുത്തതാണത്. അതായത് മൂത്തിട്ട് ഒരു മധുരം വരുത്. അല്ലടാ അതിന്റെ ഉള്ളിൽ ഇതൊന്നുമില്ല, എന്താ പറയാ, കുഞ്ഞൊന്നുമില്ല. ഇമ്മ കൊണ്ടുവന്നേ ഓനോട് അത് ആവശ്യമിട്ട് എന്നാ വരി കുഞ്ഞോളെ, കുട്ടീനെ അവിടെ കൊടുത്താണ്ട് വാ, നമ്മളെ അമ്പഴങ്ങ പോയോ. ഫാമിലി അടക്കം വന്ന് കണ്ടില്ലേ, കുടുംബക്കാരെയും കൊണ്ട് വന്ന് കണ്ട്. അല്ല അളിയന് വേണമെങ്കിൽ പോരിട്ടാ, ഞാൻ ഏതായാലും വാങ്ങണ ഇപ്പത്തെ നമ്മക്കുള്ള തന്നെ. കൊറേ ഒന്നുമില്ല, ഗൈസ്. അപ്പൊ ഞങ്ങളേ ഇവിടെ ഒരു അമ്പഴങ്ങന്റെ തൈ നോക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഉമ്മ ഏതായാലും എല്ലാം അമ്പഴങ്ങ മൊത്തം പറിച്ചു നിൽക്കണ കാരണം ഒക്കെ ഒന്നുമില്ല, ഞാൻ ഒന്ന് പറിച്ചിട്ടുള്ളൂ. ഞാൻ ടേസ്റ്റ് അല്ലമ്മ, അത് ഞാൻ തിന്നണ സാധനല്ല, ഓക്കെ നമ്മളൊക്കെ VIP അല്ലേ ഗൈസ്. അപ്പോ കുഞ്ഞോളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കുഞ്ഞോൾ തെറ്റിപ്പോയതിനെ കുറിച്ച് ഐഷുമ്മ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാല്ലേ? കുഞ്ഞിപ്പല്ലാടെ എന്ത് ചെറുക്ക് രണ്ടാളും ചെറുക്കരേറ്റ് എന്തമ്മ അങ്ങനത്തെ വർത്താനം. ഞങ്ങൾ അമ്പഴങ്ങ തൈ പർച്ചേസ് ചെയ്യാൻ വരാണ് ഇന്ന്, പർച്ചേസിങ് ബ്ലോഗാ. അപ്പൊ ഗൈസ് നമ്മളെ അമ്പഴങ്ങന്റെ തൈ വാങ്ങിയിട്ട് നമ്മളാ പുതിയ സ്ഥലത്ത് കുഴിച്ചിടണം. അപ്പൊ അതിമ്മ കുറച്ച് അമ്പഴങ്ങ ഉണ്ട്, അത് പറിച്ചെഴുതിയിട്ട് പോവുകയാണ്. നമ്മളെ തൈമത്തെ നമുക്ക് പറിച്ചാലോ, മറ്റോ അല്ലാത്തൊരു പറിച്ചോല് ചീത്ത. ഗൈസ് നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള തോട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിറച്ച അമ്പഴങ്ങ ഉണ്ട് പറഞ്ഞേ. ഞങ്ങൾ അമ്പഴങ്ങത്തൈ വാങ്ങാൻ വന്ന, ഇതിവിടെ ഇവിടെ ഒഴിഞ്ഞ സ്ഥലമല്ലേ ഇനി. അപ്പൊ അത് നമ്മളെ കുഞ്ഞിപ്പ എടുത്തുകൊണ്ട് ഫുള്ള് ഇതുപോലെ ചെടിത്തോട്ടാക്കിയാണ്. കവുങ്ങിന്റെ തൈകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെയാണ്. പള്ളിക്കത്തെ ഇതിന് കോപ്പിറൈറ്റ് വരും, ഖുർആനോത്തിന് അങ്ങനെ വരലുണ്ട്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ അമ്പഴങ്ങ കേട്ടോ, ഉമ്മ പറഞ്ഞ അമ്പഴങ്ങ. അപ്പൊ നമ്മൾ ഈ തൈയാണ് വാങ്ങാൻ പോണത്. ഇതല്ലേ നമ്മൾ വാങ്ങാൻ പോണത്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടത്. ഞാനത് പറഞ്ഞു ഉമ്മാനോട്, അതും ഉണ്ടാവില്ലെങ്കിൽ പിന്നെ എന്തെന്നാ ഇത് പിടിച്ചത് സംസാരിക്കുന്നവർക്ക് വെച്ചോക്കെ ഞാൻ മറക്കാണ്. ഇതാണ് ഇസ്രായേൽ ഓറഞ്ച് ഉമ്മ, ഇതാണ് ഇസ്രായേൽ ഓറഞ്ച്.
ഇതിന്റെ തൊലിയ തിന്നാൻ പറ്റും പറഞ്ഞ തൊലി കൊടുക്കാന് തൊലി കൊടുക്ക തിന്നാൻ വലിയതാകുവോ ഓറഞ്ച് ഇത്ര കൊലുപ്പുണ്ടാവുള്ളൂ. ഇതാക്കണുണ്ടല്ലോ അത് തിന്നാൻ പറ്റും. അപ്പൊ ഗൈസ് നമ്മള് ഈ തൈ നമ്മള് വാങ്ങണം. അപ്പൊ നമ്മളിത് മറ്റേ ഒരു അമ്പഴങ്ങ നമ്മള് പറിക്കണം. ഏത് ആ കൊമ്പിൻ്റെ ഉള്ളിൽ അയ്മലും പേര് കായ്ഫല അയ്മല. അപ്പൊ നമ്മളത് പറിച്ചുട്ടോ ഗൈസ്. നമ്മളമ്പഴങ്ങ മരത്തുമ്പോ തട കുഞ്ഞിപ്പാ ഞാൻ ചൂടാകാൻ നിക്കണ്ട. എത്ര ഇതിന് ഇസ്രായേൽ ഓറഞ്ചിന് എത്ര പറഞ്ഞു? എന്നതും ഉണ്ടേക്കോ. ഓള് പറഞ്ഞു നോക്ക് വേണ്ടായിരുന്നു. ഇത് കുഞ്ഞിപ്പാന്റെ പേരേക്ക് വെച്ചിട്ടാ കൊണ്ടുവന്നതിനും പോലെ. ഇതുമ്മ കടിച്ചാൻ പറ്റിയ സാധനം ഉണ്ടോ? ഈ സാധനമൊക്കെ കുറച്ച് വലുതായിക്കണത് തിന്നാൻ പറ്റുമോ? മഞ്ഞ കളറോ? ഇപ്പൊ കടിച്ചാൻ പറ്റൂല. ഓറഞ്ച് ആയിട്ടില്ല. കയ്പാ കുറച്ചും കൂടി ആയിക്കോളും. ടേസ്റ്റ് അറിയാനേ. ഇതാണ് ഇസ്രായേൽ ഓറഞ്ച്. പൊടിയുള്ളതില് നല്ല പൊടിയുള്ള ടൈപ്പ്. തൊലിയോടെ തിന്നാൻ പറ്റുന്ന സാധനം കേട്ടോ. പുളിയാ ഒരു കയ്പും പുളിയൊക്കെ പാടെ കൂടി മൂക്കണം ഒന്നുകൂടി. നല്ല രസമുണ്ട്. നാരങ്ങന്റെ ഒക്കെ ഇനി പറിച്ചണ്ട. നിങ്ങൾ കുഴിച്ചിടൂലേ? നിങ്ങളാ ഞാൽപ്പഴത്തിന്റെ തൈ വേണമെങ്കിൽ ഉണ്ടാകണില്ലേ മാറ്റി കുഴിച്ചിട്ടാൽ മതി. ഒന്നാ റംബുട്ടാന്റെ കൊമ്പ് കുറിച്ച് തൂത്ത അമ്പഴങ്ങ. പിന്നെ അതിന്റെ പുറത്ത് തന്നെ വേണമെങ്കിൽ കുഴിച്ചാൽ മതി. ആ പൈപ്പ് കൊണ്ട് ഇവിടെ തന്നെ കുത്തണം കേട്ടോ. എന്നാലേ നമുക്ക് ആ സ്ട്രാപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നനക്കാണ് ഇപ്പൊ മഴ ഉണ്ടായിട്ട് കാര്യമില്ല. ഓറഞ്ച് ഒന്നും ആയിട്ടില്ല. ഇതിപ്പോ അവിടെ കണ്ട ചാടിക്കണേ. ഇനി നമുക്ക് കുഴിച്ചിട്ടിട്ടേ അബ്രൂനൊക്കെ ഓരോന്ന് വേണമെങ്കിൽ കുഞ്ഞുണ്ണിക്ക് ഒന്നുകൊണ്ടേ കൊടുത്തു. അതും അങ്ങനെ കുലുക്കൊന്നും മണ്ടാലത്തന്നെ ചാടി. ഞാനിത് ഇട്ടിക്കണേ അലൈനറി ചവിടുന്ന് തിന്നാ പേര്. ഞാൻ ഊരണ്ട ഇവിടുന്ന് ഊരണ്ട വരെ ചക്ക ഉണ്ടായിക്കണം അടിയില്. നല്ല പൊടി ഉണ്ടല്ലോ. കുഞ്ഞിപ്പാനോട് അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറയട്ടതാ. കുഞ്ഞിപ്പാ ഞാനൊരു അമ്പഴങ്ങയോടും പറിച്ചട്ടെ. ഇജ എപ്പോഴാ കൊണ്ടുവന്ന് വെക്ക? ഞാൻ നാലിനുണ്ട് കേട്ടോ. ഞാൻ വന്ന് പറിച്ചിരുന്നിട്ടോ. ഇജേ അതെന്നാ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചോ. തന്തപ്പൊടി കുഴിച്ചിട്ടോളൂ. എന്നാ ചാടെ വെച്ചിട്ട് വിളിച്ചാൽ മതി. നിങ്ങളാ വെച്ചിട്ട് പോരെ. ചോർന്നിട്ട് വരും. ചടക്കാനല്ലേ അതിന്റെ കുരുളൊക്കെ വെച്ചില്ലേ ഇങ്ങനെ വെച്ചിട്ടല്ല. അതൊരു ഉണ്ടായിക്കണ്ട് ഒന്ന് കൊടുന്നതിൽ ഓളെ ഉമ്മ കൊണ്ടുപോയി തട്ടടാണ്. മധുരമുള്ള അമ്പഴങ്ങ കേട്ടത്. ഉള്ള മധുര. എന്ത് അല്ല ഇനിയിപ്പോ എന്തിന്റെ തൈകളാ ഈ കുഴിച്ചിട്ട്? കവുങ്ങാണോ? ഒന്നും മുള വന്നിട്ടില്ലല്ലേ? ഇവരെ അടക്ക കുഴിച്ചിട്ട് കണ്ട് ഇതാക്കാണല്ലേ ഗൈസ്. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ഫാക്ടറി ആട്ടത്, കവുങ്ങും തൈന്റെ ഫാക്ടറി. അത് കണ്ടോ? അത് ഫുള്ള് അടക്ക കുഴിച്ചിട്ടതാ. ലൈക്കും കമന്റൊക്കെ അടിക്കാൻ പറയട്ടോ.
ഓറഞ്ച് ഉണ്ടാക്കണം. ഗൈസ് ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ ചേച്ചികളാട്ടോ. നാട്ടിലത്തെ കുഞ്ഞിപ്പ എല്ലാ സ്ത്രീകൾക്കും ജോലിയും കൊടുക്കുന്നുണ്ട്. ഇത് ഓറഞ്ച് അല്ലേ? ഇവിടെ വന്നവർക്ക് കണ്ടിട്ട് ഓറഞ്ചിന്റെ മധുരം ഉണ്ട്. ഓറഞ്ച് തന്നെയാണ് ഇത്. അല്ല കുഞ്ഞിപ്പ അതിപ്പോ ഡെലിവറി ഉണ്ടല്ലോ അല്ലേ? ആ അമ്പഴങ്ങയൊക്കെ ഇവിടെ വന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. കവുങ്ങുന്തൈയാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഗൈസ്. നമ്മളെ പേര് തന്നെയാണ്, നമ്മളെ പേരൻ്റെ അയലോകത്താണ്. ഞാൻ പറഞ്ഞു കൊടുത്താണ് കുഞ്ഞിപ്പാക്കി ഐഡിയ. ഈ ചേച്ചിയൊക്കെ നമ്മളെ സബ്സ്ക്രൈബർ ആട്ടോ. അല്ല ചേച്ചിയെ ആര് വിളിച്ചോ? കുഞ്ഞിപ്പ ഇഞ്ഞാണോ നിങ്ങളെ വിളിച്ചത്? ഇപ്പാനെ ഇത് ഓറഞ്ച് അല്ലേ? അവമാണെങ്കിൽ കൊണ്ടാ പറഞ്ഞോ. നമ്മളവിടെ ഉണ്ടാകുവോ? ഉണ്ടാകാൻ നീ കൊണ്ടുപോകെങ്കില് ഓറഞ്ച് വലിയ ഓറഞ്ച് ആവും പറഞ്ഞു. വാങ്ങിക്കൂടെ? എല്ലാവരും ഒരു ഓറഞ്ചാ മരത്തിനോ? കുഞ്ഞിപ്പാ ഈ ഓറഞ്ച് എന്താ അതിനെത്ര? ആ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ അറിയണത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട കൊണ്ടുപോയിക്കുവാൻ. അവളെ അമ്പത് കൊടുത്തു. ഇജ്ജ് മൈക്കാട് വെച്ചിക്കണേ. അതല്ല മുത്തുവിനൊരു അമ്പയം കൊടുത്തളി ഒരു കടി. അത് വല്ലാണ്ട് എടുത്ത് വെച്ചേക്കല്ലേ? മുത്തുവിന് കുഞ്ഞുണിക്ക് ഒന്നും എടുത്താളി. മാനന്നെ കേറിയിരിക്കണത് പോകുമ്പോ ഇങ്ങനെ കാണുന്നല്ലാതെ. കടിച്ചോ? പേടിയാ? വൈക്കണേന് മുന്നേ തന്നെ നല്ല രസമുണ്ട്. ഓനതിന്റെ ഇതൊക്കെ കേടൊക്കെ കളഞ്ഞിട്ടേ വിഷാണതേ. കണ്ണിമാങ്ങന്റെ ടേസ്റ്റ് പുളിയില്ലാനും പുളിയില്ലാത്ത. മറ്റേ നമ്മള് പണ്ടത്തെ അമ്പഴങ്ങയൊക്കെ തിന്നാ പല്ലൊക്കെ ഇങ്ങട്ട്. പക്ഷെ ആ അമ്പഴങ്ങന്റെ കളറിനും ഇതിനൊക്കെ മാറ്റണ്ടല്ലേ? ഈ കളർ അമ്പഴങ്ങ വരിക. ഇവളെങ്ങോട്ടാ പോണേ? ഇയാളെ ഇറങ്ങി പോയാ ഞാൻ ഇയാളെന്താ വേണ്ടാന്ന് ഞാൻ കൊടുത്തിട്ടേ കുട്ടികൾക്കൊക്കെ കഞ്ഞൊരു പേടിയാ. മാണ്ടാറിട്ട് പൗതിലേറെ തിന്നിച്ച് രണ്ടാമത് വന്നപ്പോ റിട്ടാൻ വന്നപ്പോഴേ കഴിച്ചു കഴിയുമ്പോണ്ടല്ലോ നമുക്ക് ഉള്ളുന്ന പിന്നെ ഒരു ടേസ്റ്റ് പുതിമല്ലേ. അതാണ് ഒരു പച്ച ഇതിങ്ങനെ കടിച്ചു തിന്നുമ്പോ. പക്ഷെ ഇതൊക്കെ നല്ലോണം മൂത്തുക്കണം കേട്ടോ. ഇത്ര മൂക്കാൻ പാടില്ല. ഞാൻ അതിന്റെ വർത്താനം പറഞ്ഞു. കുഞ്ഞുട്ടിന്റെ അവിടെ ഇവിടെതാ നമ്മളെ കുഞ്ഞുട്ടിന്റെ അവിടെ ഉണ്ട്. താളയും കൊണ്ട് നിത്താത്തുണ്ട്. അമ്പായങ്ങ് മുറിച്ചേര പോത്തിക്കണ ഞാൻ പറഞ്ഞ ഞാനെത്താ നെമ്പർത്തിട്ടു ഇങ്ങനെ അമ്പായങ്ങേ ആണ്ടി കൂടി അമ്പായങ്ങ പോത്ത് അത്തിനെ പറ്റിയായിരുന്നാണ്ട് നോക്കുമ്പോ തന്നോ നല്ലോണം 4 വാറാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഇതെന്തിനാ അമ്പായങ്ങ വെച്ചു. അപ്പൊ നല്ല മധുരം ഉണ്ടതേ. കുഞ്ഞുട്ടിന്റെ നമ്മളെ സുമിന്റെ സംഭവം അതാ ഞാൻ പറഞ്ഞാക്കോ. അമ്പായങ്ങ എന്ന് പറഞ്ഞാൽ ആർക്കും നിലയും വിലയില്ല. അത് പുളിയിലൊരു സാധനം ഫുള്ള് ഈ ബെഡും പരീക്ഷണങ്ങളൊക്കെ കൊടുവിൽ മല നിറച്ച് പ്ലാവ് വെച്ചിട്ടുണ്ട്. സംഭവം ചക്കന്റെ ഒരു സമ്മേളനം ഇവിടെ ഉണ്ട്. അതെ അത്താണിക്ക് പോകുമ്പോ അത്താണി ഭാഗത്തന്നെ ബഡ്ഡയ്യ് നടുവത്തുനിന്ന് പോരുമ്പോ ചക്ക കൃഷി അല്ലടി ജിബ്രാനോല് കൊണ്ടുവന്നായിക്കോളൂ. നമുക്ക് ഇങ്ങനെ പോവാം. ചോറൊന്നും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. ഇനി അറിയാം അതെ ഒരു പെരേക്ക് ഒരാൾ വന്നിട്ട് ചോറ് കഴിച്ചിട്ട് പോന്നാ മതി. ഇത് പിന്നെ എടുത്തൂടെ? ഇനി ഇത് പിന്നെ എടുക്കാലേ നമുക്ക്. അപ്പോൾ അറിയാനോട് വേഗം പറയുന്നത് അല്ലേ നിങ്ങള് കാട്ടിയ പണിയോ? ഞാൻ പോവാ. ഏതല്ല അതല്ല ഏതല്ല ഞാൻ മറ്റേ തജുകൂടി വാങ്ങാൻ
വാങ്ങണം ഇനി അപ്പത്തിന് ഇത് പറഞ്ഞു ഏത് മുടക്ക്. അല്ല എനിക്ക് കാനലാണ് അവിടെ ഒന്നും കുഴിച്ചിട്ട് ഉണ്ടാവില്ലേ. ഞാൻ പറഞ്ഞു രണ്ടോടത്തു അനു പറഞ്ഞു കാക്കൂൻ്റെ ആയിട്ട് ഉണ്ടായ പോരെ നമുക്ക് കണ്ടു. ഞാൻ പറഞ്ഞു അതൊന്നും ഇപ്പൊ പിന്നെ അത് ചിലപ്പോ കച്ചറയാവും അത്. അപ്പൊ ഞാൻ പറഞ്ഞേ അവിടെ തന്നെ അറിയില്ലേ. അതല്ല അവിടെ തന്നെയല്ല കുട്ടികൾ ആദ്യം ഞാൻ കരുതി തജ് വാങ്ങിയാണ്ട് അവിടെ കൊണ്ടുപോയി വെക്കാറുണ്ട് ഞാൻ. അപ്പോഴാണ് ഏതായാലും കേട്ടില്ലേ അതല്ലേ അവിടെ ആയ ഉണ്ടാവും കാണലില്ലാത്ത സ്ഥലല്ലേ അവിടെ ഉണ്ടായാലും ഞമ്മക്കായില്ലേ. ആ റോട്ടിക്ക് വരില്ലടാ. എനിക്ക് അവിടെ ഉണ്ടായാലും ഇവിടെ ഉണ്ടായാലും ഞാൻ ഒരവകാശമാണ്. അതല്ലേ അവിടെ തറവാട്ടിൽ മുളച്ച അമ്പായി തറച്ചുണ്ടാന്നുള്ളത് ആരും പറയില്ല. കാണണം അതാണ് അത് കാണൂല. അതിന് ബലടിയിലൊന്നും ഇവിടെ കുഴിച്ചിടാണെങ്കിൽ പക്ഷെ എന്താ പറയാ ഇവിടെയൊക്കെ ഉണ്ടായാലും മുന്നിലുണ്ടായാല് വരുന്നോലൊക്കെ ഒന്ന് പറിച്ചു നോക്കും. ഇത് വെള്ളരിക്ക വണ്ടി ഞാൻ ഇവിടെ ആകെ ചെടിയും കാടും ആക്കും. ആ ചട്ടിയൊക്കെ അവിടെ നിന്ന് എടുത്തുവെച്ചാൽ മതി. ആ ചട്ടി അവിടെ വെക്കരുത്. ആ ചട്ടി ഒഴിവാക്കിയാണ്ട് ഈ മതിലിനെ ഇങ്ങനെ ചാരിയാണ്ട് കള്ളാസം കുഴിച്ചിട്ട് അത് ഇങ്ങനെ വലുതായിട്ട് പന്തലിച്ച് റോട്ടിക്ക് വരും. അല്ല ചട്ടി ഒഴിവാക്കിയിട്ട് മണ്ണിൽ പക്ഷെ കട്ടെന്നിട്ട് അതിന്റെ ഗ്യാപ്പ് ഇതാക്കിയാണ്ട് വെച്ചാ മതി. അതിന് ചെറിയ റിങ് ഇട്ട് എടുത്താണ്ട് ബാക്കി ഇന്റർലോക്ക് ഇട്ടാ മതി. അപ്പൊ ആ ഇന്റർലോക്കിൽ ആ തൈ കാണുമ്പോ നല്ല രസം ഉണ്ടാവും. അതിനോട് വന്നിട്ട് ആ ചട്ടി എടുത്ത് താഴത്തേക്ക് വെക്കാൻ പറഞ്ഞു. പക്ഷെ ഈ ബലൊക്കെ ഉണ്ടാ ബർത്ത്ഡേ ബർത്ത്ഡേ പോലെ ഞാൻ വിള്ളലും ചിഞ്ചോല് ദേഷ്യം വന്നിട്ടുണ്ട്. ഒരു പെരേക്ക് ഒരു വിരുന്നാര് വന്നിട്ട് ഉമ്മ ഇവിടുന്ന് പോയിട്ട് ഞാൻ എങ്ങനെ ഒറ്റക്ക് ഒരു മാസം തന്നെ ഉണ്ട്. കാരണം നിങ്ങൾ പോണത് കൂടി പറഞ്ഞിട്ടില്ല. അത് ഞാൻ 5 മിനിറ്റ് കൊണ്ടുപോയതാണ്. അതല്ലേ അത് മോശത്തിനാണ്. എല്ലാരും ഒപ്പിരുന്ന് അതെ അത് കറക്റ്റ് ആണ്. അത് അല്ല മുത്ത് ചോറുന്നില്ല. ഞങ്ങൾക്ക് ചള്ളിയനെ പട്ടിണി കിട്ട ഞങ്ങളെ സ്വഭാവം മാറും. ലട്ടീഷ ബേബിയെ മന്തി ആയതുകൊണ്ടാണ് മാണ്ടാറിന് നല്ല അല്ലാതെ ചീഞ്ഞ ഉണ്ടായാലും നല്ല അമ്മ ചോദിക്കും അത് മനപ്പരലുണ്ടായിരുന്നു പറ്റിച്ചാ മതി. പോരുന്ന ഞങ്ങളാ തയ്യിന്റെ ഇത് കാണിക്കാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയത്. പോര് ബാങ്ക് കുട്ടിനെ കൊടുത്താ എന്നോട് എന്താ പറഞ്ഞേ? എന്തൊക്കെയാണ് വരാനൊരു ഇൻട്രസ്റ്റ് ഇല്ല ടീഷക്ക്. സ്വഭാവം നന്നായത് അറിയണല്ലേ. ചോറുണ്ടെങ്കിൽ ജിബ്രാൻ ജിബ്രാനെ പോര് പോര്. അപ്പണ്ടാക്കി. അപ്പൊ ഞാൻ അപ്പോ മുട്ടയും പാലും ഒക്കെ കുടിച്ച് വളം മേടിച്ചോ എല്ലാരും ഇട്ടറിഞ്ഞു പോയ മാതിരി
നിങ്ങളിവിടെ വെറുതെ ഒന്നാലോ ഓലടി അതിന് ഗതികേടാണ്. തീരുമാനിച്ചാല് അല്ല കുറച്ചിങ്ങള് തിന്ന് അപ്പൊ ജിബിനെ നേരത്തെ സ്കൂട്ടി പോയിന് സ്ഥലത്ത് ഇവിടെ തച്ചങ്ങോട് ഒരു ഡോക്ടർ ഉണ്ട്. പറ്റി നോക്കണോ അല്ല ഞാൻ പറഞ്ഞു പോരി ബ്രോ ഉമ്മാനെ കണ്ടേ ഇജ്ജ് പോരുന്നുണ്ടോ? ഞാൻ നടക്കട്ടെ എന്നാ. ജിബ്രാൻ ചോർന്നില്ലല്ലോ. വിളിച്ചിട്ടില്ലടി. ആ എടാ ആറ് വരുന്നു അച്ഛമ്മ. അത് നിങ്ങക്ക് ഫ്രീ തന്നല്ലേ ഡാ റോട്ടിക്ക് പോയല്ലടാ. കയ്യിൽ എക്സ്ട്രാ 2 എണ്ണം അങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് ഒന്നതില്ലേ ഒന്ന് തന്നത് എത്ര ആള് തിന്നു? എന്റെ മാപ്പനെ നിർബന്ധിച്ചതായി ഞാൻ കണ്ടോ? തച്ചിന് വല്ല തജ്ജിന് 1000 റുപ്യ. തജ്ജല്ല തൈ 1000 റുപ്യ. ആ അമ്പഴങ്ങൻ്റെന് ഞാൻ എന്നോട് ഒരു വലിയ കൊതുക് നിങ്ങളോട് എത്ര അറിയാം? ആ പിന്നെത്താ 1000 കഴിഞ്ഞ കൊണ്ടായത്. അതാണ് 1000 മുതലുണ്ട്. അതേ അതാണ് ഉണ്ടായി കഴിഞ്ഞാല് സാധാരണ മാങ്ങക്ക് പകരം പൈസ തിന്നാനുമായി അച്ചാറും അച്ചാറൊക്കെ നല്ല രസമുണ്ടാവും. ഇതിന്റെ ഉള്ളിൽ പക്ഷെ എനിക്ക് പഴുക്കണീന് മുന്നേ തിന്നാനാണ് രസം. ഗൈസ് അപ്പം ഞങ്ങൾ പോട്ടോ. ഓക്കെ തറവാട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ പോവാണ്. അപ്പോൾ അവിടെ മന്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തിന്നാനുള്ളൊരു മൂഡില്ല ഇപ്പോൾ. അല്ലെങ്കിൽ തിന്ന് മുതലാക്കി പോലെ അടങ്ങാറാക്കിയിട്ട് പോകുള്ളൂ. 2 ദിവസമായിട്ട് ഫുള്ള് മന്തിയാ. ഒന്നാമത് ഞാൻ ആ ഫുട്ബോളിൽ കളിയിൽ ജയിച്ചില്ലേ, അതിൽ ഫസ്റ്റ് ഇട്ടിട്ട് ഫസ്റ്റ് പ്രൈസ് മണി എന്തായിരുന്നു? ഇതായിരുന്നു. അങ്ങനെ ഇതാക്കിയതാ.